പ്രഷർ കൂടുതലായാൽ, ഷുഗർ കൂടുതലായാൽ, ചെറിയൊരു നെഞ്ഞുവേദന ഉണ്ടായാൽ ആശുപത്രി കൊണ്ടുവന്നാൽ നമ്മൾ ICUലാക്കും. ICUലാക്കിയാൽ ദണ്ണം ഭേദമാവും. വാസ്തവത്തിൽ സമയാസമയങ്ങളിൽ ഭക്ഷണം ലഭിക്കാനാണെങ്കിൽ ഏറ്റവും നല്ലത് റൂമിലാണ്, ICUലല്ല. ICU നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അല്ലാഹു തആല ICU കിടക്കാനുള്ള വിധി നമുക്ക് തരാതിരിക്കട്ടെ. എല്ലാ ശാരീരികവും മാനസികമായ രോഗങ്ങളിൽ നിന്ന് നമ്മളെയും ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരെയും അള്ളാഹു കാത്തു സലാമത്തിലാക്കട്ടെ. സുലൈമാൻ്റെ ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഓടിക്കഴിഞ്ഞാണ്ട് ചെന്ന് കാര്യമായിട്ട് എന്തുണ്ടെന്ന് എഴുതിയിട്ട് അപ്പോൾ കട്ടൻ ചായയും ബ്രെഡും കൊണ്ടുവരും എന്ന് പറയും. വേഗം ഓടിപ്പോയിട്ട് കട്ടൻ ചായയും ബ്രെഡും വാങ്ങിക്കൊണ്ടുവരും. വാച്ച്മാന്, അവിടെ നിൽക്കുന്ന ഗേറ്റിൽ നിൽക്കുന്ന പാറാവുകാരൻ, വാർഡൻ അത് വാങ്ങിയിട്ട് അകത്ത് ചെറിയൊരു മേശ ഉണ്ടാവും, അതിന്മേൽ കൊണ്ടുവെക്കും. കുറേ കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് വാഷ് ബേസിൽ കൂടെ ഒഴിക്കുകയും ചെയ്യും. ബ്രെഡിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് വേസ്റ്റ് ബോക്സിൽ ഇടുകയും ചെയ്യും. തിരിച്ച് അമ്മക്ക് കൊണ്ടു വരുമ്പോൾ നമ്മൾ വിചാരിച്ചു അൽഹംദുലില്ലാ സുലൈമാൻ ചായ കുടിച്ചിട്ടുണ്ട് എന്ന്. വാസ്തവത്തിൽ സുലൈമാൻ ആ ചായ കൊടുത്തിട്ട് തന്നെ ഇല്ല എന്നുള്ളതാണ് ശരി. അപ്പോൾ സമയാസമയങ്ങളിൽ ഭക്ഷണം ലഭിക്കാൻ ICUയിൽ പ്രവേശിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പിന്നെ ഒരു നേരം പോക്കിന് വേണ്ടി സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ ഇരിക്കാനാണെങ്കിൽ അതിനും ICUയിൽ പ്രവേശിപ്പിക്കേണ്ട ആവശ്യമില്ല. 10 രോഗികൾക്ക് ഒരു ഫുൾ ടൈം നഴ്സ് എന്നതാണ് ICUവിൻ്റെ തിയറി. ഒരു ഫുൾ ടൈം നഴ്സ് 10 രോഗികൾക്കാണ്. വല്യാപ്പ അങ്ങനെ ബെഡിൽ ICUയിൽ കിടക്കുന്നുണ്ട്. കുട്ടിയെ എനിക്കൊന്ന് പാത്തണ്ടിന്നു എന്ന് പറയുമ്പോൾ നഴ്സ് അങ്ങോട്ട് നോക്കുന്നല്ല, ശ്രദ്ധിക്കാതെ അങ്ങനെ ഇരിക്കും. ശ്രദ്ധിക്കണുണ്ടാവും, പക്ഷെ ജവാബും അറിയില്ല. ജവാബ് പറഞ്ഞാൽ എന്താ പ്രശ്നം? അടുത്ത ചോദ്യം വരും. അതുകൊണ്ട് അവർക്കുള്ള ട്രെയിനിങ് അനുസരിച്ച് ജവാബ് പറയാൻ പാടില്ല എന്നുള്ളതാണ്. മിണ്ടാതെ അങ്ങനെ ഇരിക്കും. ഇപ്പത്തേരും ഇങ്ങനെ എന്തെങ്കിലും എഴുതണമാതിരി ഇങ്ങനെ കാട്ടും. ഇടങ്ങണ്ണിട്ടിട്ട് ഇങ്ങനെ ഇയാളെന്താ ചെയ്യണമെന്ന് നോക്കിക്കൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ, നോട്ടേ ഉള്ളൂ, വർത്താനല്ല എന്നർത്ഥം. അപ്പോൾ മര്യാദക്ക് മുണ്ടി തോതാരിച്ചിങ്ങാണ്ട് രസത്തിലിരിക്കാനാണെങ്കിൽ ICUയിൽ പോകേണ്ട ആവശ്യമില്ല. എന്നാലോ മക്കളെയും കുട്ടികളെയും ഭാര്യനെയും കുടുംബത്തെയും കണ്ടുകൊണ്ട് ഇങ്ങനെ അതിനും ICU പറ്റില്ല. അതൊരു ചെറിയ ആശ്വാസമുള്ള സംഗതിയാണല്ലോ, കുടുംബത്തെ എങ്ങനെ കാണാമെന്ന് പറഞ്ഞത്. അതിനും ICUയിൽ പറ്റൂല. 5 മണിക്ക് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കർട്ടൻ നീക്കിയിട്ട് ഒന്നിങ്ങനെ കാണാം. പരമാവധി കോട്ടൊക്കെ ഇട്ടിട്ട് ഒരാൾക്ക് തിരിച്ചറിയാവുന്ന രൂപത്തിൽ, തിരിച്ചറിയാതിരിക്കുന്ന രൂപത്തിൽ ചെന്നിട്ട് വാപ്പാന്നൊന്ന് വിളിക്കുക. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ആൾ വന്നിട്ട് പൊയ്ക്കോളി എന്നറിയും, പോരും ചെയ്യാം. ആകെ ദിവസത്തിൽ ഒരു 5 മിനിറ്റ് സമയം കാണാൻ വേണ്ടി അനുവദിക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിലും ICUയിൽ കിടന്നാൽ ദണ്ണം മാറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അപ്പോൾ പിന്നെ എന്താ ICUയിലുള്ളത്? ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തൻ്റെ മുരീദന്മാർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള 8 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലെ 3 ICUയിൽ പാലിക്കുന്നത്. അപ്പോൾ 8 കൂടിയും പാലിച്ചാൽ എങ്ങനെ ഉണ്ടാവും?